അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. കാപ്പിപ്പൊടിയാണ്, ഇത് തൈരാണ്. ഹായ് ഫ്രണ്ട്സ്, ഡിജോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഗൈസ്. ഇത് നമ്മുടെ സ്കിൻ കെയർ വ്ളോഗ്. സ്കിൻ കെയറും ഹെയർ കെയറും ഉണ്ട്. അപ്പൊ കുറെ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വീഡിയോ ആണ്. അപ്പൊ ഇന്ന് നമ്മളത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി സ്കിൻ കെയർ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ സ്കിൻ കെയർ ഞാൻ ചെയ്യലില്ല. എന്നാലും ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസം ചെയ്യണ സംഭവം ഞാൻ കാണിച്ചു തരാം. അതും വലിയ കാര്യമൊന്നുമല്ല, ചെറിയ നമ്മുടെ വീട്ടിലുള്ള ചെറിയ സംഭവങ്ങൾ കൊണ്ട് ചെയ്യണ സംഭവം തന്നെയാണ്. പിന്നെ ഫസ്റ്റ് സ്കിൻ കെയർ ചെയ്തിട്ട് നമുക്ക് ഹെയർ കെയർ ചെയ്യാം അല്ലേ. ഹെയർ കെയർ പിന്നെ അമ്മയാണ് ചെയ്ത് തരല്, സ്കിൻ കെയർ ആണ് ഞാൻ ചെയ്യല്. അപ്പം നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. മിക്ക ആൾക്കാരും സ്കിൻ കെയറിലുള്ള സംഭവം തന്നെയാണ് ഈ അരിപ്പൊടി. അത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അരിപ്പൊടി കുറച്ചിട്ട് വെക്കാം. എന്നോട് ഇൻസ്റ്റഗ്രാമില് ഫാൻ പേജ് ചോദിച്ചിട്ടുണ്ട്, പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചു എന്താ ദേവു സ്കിൻ കെയർ എന്താ ചെയ്യല്. അപ്പം ഞാനങ്ങനെ ചെയ്യലൊന്നുമില്ല ഫസ്റ്റ് പറഞ്ഞു. പിന്നെ ഞാൻ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞിട്ടൊരു മിറർ സെൽഫി എടുത്തിരുന്നു. അപ്പൊ ഈ ഫോട്ടോ ഒരു മുഖത്ത് എന്താ തേച്ചിട്ടുണ്ടല്ലോ പറഞ്ഞു. അപ്പൊ അയ്യോ പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനത് വ്ളോഗ് എടുക്കും, അപ്പം സർപ്രൈസ് ആണ്, നിങ്ങൾ കണ്ടോ നയിച്ച പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളൂ പറഞ്ഞു. ആകെ 2-3 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. സെക്കൻഡ് നമ്മൾ എടുക്കാൻ പോണത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. കോഫി പൗഡർ ഫ്രണ്ട്സ്, ഇൻസ്റ്റന്റ് കോഫി പൗഡർ അല്ല, നമ്മളെ നോർമൽ കോഫി പൗഡർ ഇല്ലേ, അതാണ് കാപ്പിപ്പൊടി പാക്കറ്റ് നാടൻ. ഫ്രണ്ട്സ്, നെക്സ്റ്റ് നമ്മൾ ചേർക്കാൻ പോണത് തൈരാണ്. തൈര് ഈസ് ദ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. ഒന്ന് തൈര് ചേർത്തുണ്ടോ, ആകെ 3 മിനിറ്റ്. നമുക്കിത് മിക്സ് ചെയ്യാം ഗൈസ്. നല്ലോണം ലൂസാവാൻ പാടില്ല, ഒരു കുറച്ച് കട്ട് ചെയ്തിരിക്കണം. ഞാൻ ഫസ്റ്റ് എൻ്റെ സ്കിൻ കെയർ പാടിയിരുന്നു ഫ്രണ്ട്സ്. ഫസ്റ്റ് ഞാൻ ചെയ്തപ്പം എന്താ ചെയ്യാ, ഞാൻ നല്ലോണം ലൂസാക്കി വെള്ളമാതിരി ആയിപ്പോയി. എന്നിട്ട് ഒഴുകിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല എനിക്ക് വേണ്ടത്. കറക്റ്റ് ഈ ഒരു പരിവം ആവണം. ഇത്ര ലൂസാ പാടും, ഇനി ലൂസാവും. അരിപ്പൊടി ചേർക്കണത് ഒരു നമ്മൾ സ്ക്രബ് ചെയ്യൂലേ, അപ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കണത്. ഫസ്റ്റ് ഞാൻ തേൻ ഉപയോഗിച്ചിരുന്നു. പക്ഷെ തേൻ ഉപയോഗിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമ്മുടെ ഫേസിലുള്ള ഈ ഹെയർസ് പോയിട്ട് അത് ഒന്നും കൂടെ ചിലപ്പോൾ നല്ലോണം വളരുമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഞാൻ തേൻ ഉപയോഗിക്കാത്തത്. കുറേ പേര് തേൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് 3 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. കാപ്പിപ്പൊടി, തൈര്, അരിപ്പൊടി. ഓക്കെ, നമുക്ക് കഴുത്തടക്കം തേക്കണം കേട്ടോ. മുഖം മാത്രം തേച്ചിട്ട് മുഖം മാത്രം എടുത്ത് പൊട്ടിയിട്ടാ മതി. ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തു. കറക്റ്റായിരുന്നു, കഴിഞ്ഞു. അപ്പം ഇനി നമുക്കിത് 5 to 10 മിനിറ്റ്സ് ഇത് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. ഇത് ഡ്രൈ ആവട്ടോ. മറ്റേ നമുക്കൊരു ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ, അത് ഫീൽ ചെയ്യുന്നു. അപ്പം ഇത് ഡ്രൈ ആവുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നാണ്. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് വലിയും. അപ്പം നമുക്ക് സ്കിന്നിന് ചുളിവുകൾ സംഭവിക്കും. ഓക്കെ, മാസ്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഹെയർ കെയർ ചെയ്താലോ? ഇത് ഡ്രൈ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ഹെയർ കെയർ ചെയ്യാം. ഹെയർ കെയർ ആണ് എനിക്ക് ശരിക്കും വേണ്ടത്.
സ്കിൻ കെയർ ഇല്ലെങ്കിലും ഹെയർ കെയർ എനിക്ക് മസ്റ്റാണ് ഗൈസ്. ഡാൻഡ്രഫ് അല്ലാണ്ടുണ്ട് കേട്ടോ. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഡാൻഡ്രഫ് പോണില്ല. നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ ഡാൻഡ്രഫ് മാറാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതെ, ഒന്ന് കമന്റ് ചെയ്യണം, വലിയൊരു ഉപകാരമായിരിക്കും. ഗൈസ് ഫേസത്തെ ഡ്രൈ ആയി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഹെയർ കെയർ ചെയ്യാൻ പോവാണ്. അമ്മയാണ് ചെയ്ത് തരുന്നത്. ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ കുറച്ചൊന്ന് ചൂടാക്കിയതാണ്. ഇത് കോട്ടൺ ആണ് കേട്ടോ. കോട്ടൺ അല്ല, ഒരു തുണി, കോട്ടൺ തുണിയാണ്. അപ്പോൾ ഇത് മുക്കിയിട്ട് നമുക്ക് എന്താ പറയുക, ഈ താരനുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ആദ്യം താരനൊന്ന് ഇളക്കണം. ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിപ് കെയറിൻ്റെ എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണേ. എന്നാലോ ഞാൻ ഈ ലിപ്സ്റ്റിക് ഇട്ടവർക്ക് എനിക്ക് നാച്ചുറൽ ചുണ്ടൊന്ന് കാണിച്ചു നടക്കണമെന്നുണ്ട്. പക്ഷെ അത്ര മോശമൊന്നുമല്ല ഗൈസ്. ഇത് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുള്ളൂ. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉണ്ടോ? ഇപ്പൊ തന്നെ മനസ്സിലാവും. ബീറ്റ്റൂട്ടില്ലേ, ബീറ്റ്റൂട്ടിന്റെ ഇതുണ്ടല്ലോ. ബീറ്റ്റൂട്ടിന്റെ എന്ത്? ബീറ്റ്റൂട്ട് അരച്ച്. പിന്നെ നല്ലൊരു ലിപ് ബാമിൻ്റെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണേ, സജസ്റ്റ് ചെയ്ത് തരണം. ലിപ് ബാം നല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയത്. ടിൻറ്റഡ് ലിപ് ബാമാണ്, ചെറിയ ടിൻറ്റഡ്. ബീട്രൂട്ടിൻ്റെ ഉണ്ടെങ്കിൽ അത്രയും അടിപൊളിയായിരിക്കും. എൻ്റെ മുടി കളർ ചെയ്ത് നോക്കാം. ഇന്നലെ ഞാൻ മുടി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി മുടി കെട്ടിയപ്പം കെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ വെയിലിൻ്റെ മുടിയുമൊക്കെ ഇങ്ങനെ അടിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാനൊരു കുറേ അറിയുമ്പോൾ നോക്കിയിരുന്നു. ഗൈസ് എണ്ണ തേച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് ഡാൻഡ്രഫൊക്കെ ഉരച്ചിങ്ങനെ കുറച്ച് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ തേക്കാണ് ഗൈസ്. ഇതൊക്കെ ഒരു 2-3 ദിവസം പോയിട്ട് നിൽക്കുന്നുണ്ടാവും. 2 ദിവസം മാക്സിമം. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരും ഗൈസ്. ഇത് വെറും താൽക്കാലികം മാത്രം. ഇനി ഞങ്ങൾക്ക് ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ഷൂട്ടുണ്ട്. പർജോവനിപ്പോൾ വന്നിട്ട് എന്താ വെബ് സീരീസാ ഷോർട്ട് ഫിലിമാ? വെബ് സീരീസാണ്. അതുകൊണ്ട് അർജോവൻ മുടി വെട്ടാൻ പോവാണ് ഫ്രണ്ട്സ്. ഇപ്പോഴൊന്നും ഇനി മുടി വെട്ടാൻ പറ്റില്ല, കാരണം കണ്ടിന്യൂറ്റി പോകും പറഞ്ഞിട്ട്. മോക്കെന്തോ മാതിരി ഐസ് ഫുള്ള് ഇതാ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഹെയർ കെയറും കഴിഞ്ഞു. ഇനി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം, കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വരാം ഫ്രണ്ട്സ്. പിന്നെ എൻ്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ഇപ്പം അടുത്തുള്ള എല്ലാ വീഡിയോയിലും നൈറ്റി തന്നെയാണല്ലോ ഇട്ടിട്ടുള്ളത്. ചില സമയത്തൊക്കെ സെയിം നൈറ്റി, കഴിഞ്ഞ വീഡിയോയിൽ ഒരു നൈറ്റി, ഇപ്പോഴത്തെ വീഡിയോയിൽ നൈറ്റി. ആൾക്കാർ വിചാരിക്കും കുളിക്കലില്ല ഗൈസ്. ഞാന് സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാല് നൈറ്റിയാണ് ഇടല്. ചൂടുള്ള ടൈമില്, ഭയങ്കര ചൂടുള്ള ടൈമിലൊക്കെ ഞാൻ ഷോർട്സും ടീഷർട്ടൊക്കെ ഇടലുള്ളൂ. ഇത് ഭയങ്കര തണുപ്പാണ് ഗൈസ് പഠിക്കാതിരിക്കുമ്പോഴൊക്കെ. അതുകൊണ്ട് ഞാൻ നൈറ്റി ഉള്ളൂ. കാലൊക്കെ ഇഷ്ടം അങ്ങനെ ആണ് ഇരിക്കല്. അതുകൊണ്ടാണ് ഞാൻ നൈറ്റി ഇടണത്. അപ്പം ഓക്കെ, അങ്ങനെ കുളിക്കാത്ത പ്രശ്നമൊന്നുമല്ല ഗൈസ്. അപ്പം ഫ്രണ്ട്സ് കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഒരുങ്ങിയിട്ടില്ല. എന്താ കുളി കഴിഞ്ഞ് നേരെ തിരിയാണ് ഗൈസ്. മുടി സ്മൂത്തായി. ഞാൻ ഷാമ്പു നമ്മൾ എന്തായാലും ഇടും ഗൈസ്. ഞാൻ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് എണ്ണയോടെ ഞാൻ ഒരു ദിവസം അങ്ങനെ നിന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ എണ്ണ തേച്ചിട്ട് ഷാമ്പു ഇട്ടിട്ടില്ലായിരുന്നു. അന്ന് എന്തോ പരിപാടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എണ്ണ ഒലിച്ച് നിൽക്കണ മുടി കൊണ്ടാണ് ഞാൻ പോയത് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഷാമ്പു ഇട്ടിട്ടുണ്ട്. അലിയിലാണ് ഷാമ്പു. കണ്ടോ, മുഖം കുറച്ച് നേരത്തേക്കിന് മാത്രമേ ഇതുണ്ടാവുള്ളൂ തോന്നുന്നു. പക്ഷെ എന്താ ഒരു ഡ്രൈനെസ് പോയി. ഇനി ഞാൻ ഒരുങ്ങട്ടെ ഫ്രണ്ട്സ്. അമ്മ പുതിയ മസ്കാരയൊക്കെ വാങ്ങിയിട്ടുണ്ട് ആമസോണിൽ നിന്ന്. അപ്പം ഞങ്ങൾക്ക് ഇത്രയും കാലം മസ്കാര അല്ലായിരുന്നു, പണ്ടുണ്ടായിരുന്നു. അത് പക്ഷേ വാട്ടർ പ്രൂഫ് അല്ല, അങ്ങനെ പരക്കും ഗൈസ്. അതുകൊണ്ട് വാട്ടർ പ്രൂഫിൻ്റെ ഒരു മസ്കാര വാങ്ങി. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇന്നും ഇടുന്ന മസ്കാര. ഇന്നിപ്പോൾ ഷൂട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇടുകയാണ്. ദിയമോളാണ് നായിക. ദിയമോക്ക് ഡയലോഗ് കൂടുതലായതിൻ്റെ പരിഭവത്തിലിരിക്കുകയാണ്.
ഐലൈനർ ഞാൻ പിന്നെ ഇപ്പൊ ഇടലില്ല, കാരണം എനിക്കിപ്പം ഐലൈനർ ഇടണത് എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. അത് എന്താ ഇടയ്ക്ക് ഞാൻ കണ്ണിങ്ങനെ തിരുമ്പലുണ്ട്. ഇതാണ് ഗൈസ് എൻ്റെ മുടി കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ വ്ളോഗ്. ഇത് വീക്കില് 2 days ആണ് ഞാൻ അത് ചെയ്യല്, സമയം കിട്ടുമ്പോ. അതെ, ചെയ്യാറില്ല. പിന്നെ ഹെയർ കെയർ എന്തായാലും ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഞാൻ ചെയ്യും. ആഴ്ചയിൽ 2 വട്ടം കുളിക്കാനുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്ന് ഫേസിന് ഒരു ഗ്ലോ ഉണ്ടാവും കേട്ടോ. ഇന്ന് പ്രത്യേക ഒരു ഗ്ലോ ആയിരിക്കും ഫേസിന്. അപ്പം ഞങ്ങളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഷൂട്ടിങ് തുടങ്ങാൻ പോവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ എന്തായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.